നിനക്കത് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഇല്ലേ, എനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. നിങ്ങള് ഞാൻ തുറന്ന് നിങ്ങളോട് പറയുവാണ്, നിങ്ങൾ ഇത് കത്തും റെഡ്, അതിനുശേഷം കറക്റ്റ് ഫോമിലാകുമ്പോ ഓറഞ്ച് കത്തും. ഏതെങ്കിലും കാലത്ത് അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ അന്നേരം നമുക്കത് ചെയ്യും. ചുമന്ന ചീരയാണ്. എനിക്ക് ഈ ബ്രെഡ് ടോസ്റ്റ് വലിയ ഇഷ്ടമാണ്. അത് എന്നാന്നറിയാമോ, ഈ അപ്പയ്ക്ക് ബ്രെഡിന്റെ ഫാനല്ലേ, നിനക്കത് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഇല്ലേ, എനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. ഞാൻ ഇന്നാളിങ്ങനെ ബ്രെഡിന്റെ കൂടെയും ചോറിന്റെ കൂടെയും ചീര കഴിക്കാന്ന് പറഞ്ഞപ്പോ ഒരാള് ചോദിച്ചേ ബ്രെഡിന്റെ കൂടെയോന്ന്. ബ്രെഡിന്റെ കൂടെ ഇങ്ങനെയാണ് ഇത് വെച്ചിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്യും. അപ്പൊ ഗ്യാസിൽ വെച്ച് ഭക്ഷണം ഉണ്ടാക്കാതെ നമുക്ക് കഴിക്കാം. പക്ഷെ പറഞ്ഞത് ശരിയാ, അങ്ങനെ ഗ്യാസിൽ വെച്ച് ഉണ്ടാക്കാതെ കഴിക്കുന്ന കുറേ ഫുഡിന്റെ ഇതൊക്കെ ആൾക്കാർ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഐഡിയ. പക്ഷെ ഒരു കാര്യമുണ്ട്, എത്രയായാലും ഇത് കണ്ടിന്യൂസ് അങ്ങനെയുള്ളൂ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഒരു ചേഞ്ചിന് ചെയ്യാം. ഗ്യാസ് അതെ, ഞാനിപ്പോ പുട്ട് പുഴുങ്ങണ ഞാൻ നിന്നോട് പറഞ്ഞില്ല എങ്ങനെയാന്നാ, ആ സമയത്ത് അങ്ങ് പുഴുങ്ങിയെടുക്കും. അപ്പൊ ചൂടും ഉണ്ടാവും, ഫ്രഷ് ആയിട്ട് കഴിക്കാം. നേരത്തെ പുഴുങ്ങി വെച്ച് ചൂടാക്കണ്ട സെക്കൻഡ്. അതുപോലെ പാല് കാച്ചുന്ന ആ സമയത്ത് മാത്രമേ കാച്ചുള്ളൂ. അപ്പൊ ഈ ബ്രൂവിന്റെ പൊടിയല്ല, ടാറ്റ കോഫിയുടെ പൊടി ആയതുകൊണ്ട് ഇൻസ്റ്റന്റ് പൊടിയല്ലേ. അപ്പൊ തിളച്ച പാലിലേക്ക് നമ്മൾ നമ്മുടെ കപ്പിലേക്ക് ആവശ്യമുള്ളത് ഇട്ടെടുക്കുക. പിന്നെ അങ്ങനെ പറഞ്ഞപ്പോ വേറൊരു ആന്റി പറഞ്ഞേ, ഈ ആദ്യം വെള്ളം ചൂടാക്കാനായിട്ട് കലത്തില് വെച്ച് വെള്ളം അങ്ങ് ചൂടാക്കുക, അപ്പൊ തന്നെ അരി തിളപ്പിക്കാനും ഇടുക. അത് കഴിഞ്ഞ അപ്പൊ മനസ്സിലായി. ആ വെള്ളം ചൂടാക്കാനുള്ള വെള്ളത്തിൽ നിന്ന് വെള്ളം എടുക്കാനായിരിക്കും ഉദ്ദേശിച്ചത്. അങ്ങനെ ആയിരിക്കും. അത് നല്ല ഐഡിയ. കാരണം എന്താ വെച്ചാൽ വെള്ളം തികഞ്ഞതിന് ശേഷമാണല്ലോ നമ്മൾ അരി ഇടണത്. അപ്പൊ അതിൽ നിന്ന് കുടിവെള്ളം എടുക്കാം. അത് നല്ല ഐഡിയ കേട്ടോ. ടിപ്പ് പറഞ്ഞതിൽ വളരെ സന്തോഷം. കാരണം നിങ്ങള് ഞാൻ തുറന്ന് നിങ്ങളോട് പറയുവാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ടിപ്പുകൾ എനിക്ക് ഷെയർ ചെയ്യണം. നമ്മൾ എല്ലാം അറിഞ്ഞുകൊണ്ട് ആരും വരാറില്ലെന്ന് ഞാൻ പറയാറില്ല. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്താൽ ഒരുപാട് ഗുണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗ്യാസിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഷെയറിങ് വേണം. ഞാൻ ഒരുപാട് പേരോട് ചോദിക്കാറുണ്ട് നിങ്ങളുടെയൊക്കെ എങ്ങനെയാ പരിപാടികളെന്ന്. അപ്പം നമ്മൾ അങ്ങനെ പറയുമ്പോഴല്ലേ പലതും അറിയണത്. തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് തന്നെ കേട്ടോ. അപ്പം പറഞ്ഞു തന്നതിൽ സന്തോഷം. ശരിയാ, അത് കുടിവെള്ളത്തിന് അങ്ങനെ വെള്ളം എടുക്കാം. ഇവിടെ അപ്പയ്ക്ക് ഫ്ലാസ്കിൽ തിളപ്പിച്ച് ഇട്ടേക്കൂല്ലേ, എടുത്തു വെച്ചേക്കൂല്ലേ. ഞാൻ ചൂടായാൽ പിന്നെ ചൂടുവെള്ളം ഇല്ല, അതേ ഫ്ലാസ്കിൽ വെറുതെ പച്ചവെള്ളം വെക്കണം ഫിൽറ്ററിലെ. തണുപ്പ് കാലത്ത് ചൂടുവെള്ളം കുടിക്കും. ഓക്കെ, നല്ല ടോസ്റ്റർ ആട്ടോ. നല്ല ടോസ്റ്റർ. അത് ഏതാ? പ്രസ്റ്റീജിന്റെ ടോസ്റ്റർ ആണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. ഈ വീഡിയോ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും താഴെ വ്യൂ പ്രോഡക്ട്സിനകത്ത് വരും കേട്ടോ. അല്ലേ, നല്ല ടോസ്റ്റർ. എത്ര വർഷമായി ഇപ്പൊ നമ്മളിത് ഉപയോഗിക്കണു അല്ലേ. ഏറ്റവും ആദ്യം ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിച്ച മമ്മിയുടെ അടുത്തുനിന്നാ, പിന്നെ ഏഞ്ചലേച്ചിയുടെ കൊച്ചമ്മയുടെ അവിടെ നിന്നാ. അത് കഴിഞ്ഞ് ഞാൻ നിന്നെ ഡെലിവറി ചെയ്ത് കുഞ്ഞാലു അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കൊച്ചമ്മായി ടോസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു, അകത്ത് എഗ്ഗ് വെച്ച്. ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ മമ്മി തോരനൊക്കെ വെച്ച് ചെയ്യുമായിരുന്നത്. അങ്ങനെ കണ്ടാണ് ഞാൻ അപ്പനെ കണ്ട് ആദ്യമേ ഇവിടെ ഫസ്റ്റ് ടൈം മേടിപ്പിച്ചത്. അത് എന്തോരം വർഷം നമ്മൾ ഉപയോഗിച്ച. അത് ഈ അകത്തിങ്ങനെ നോൺ സ്റ്റിക്ക് പോലെ ആയിരുന്നു. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കൂലല്ലോ. എനിക്ക് തോന്നുന്നു ടോസ്റ്ററിന് എല്ലാം അങ്ങനെയാന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഈ പ്ലഗിൽ കുത്തുന്ന ടോസ്റ്ററിന്റെ കാര്യം കേട്ടോ പറഞ്ഞത്. ഗ്യാസിൽ വെക്കുന്ന ടോസ്റ്ററും അകത്ത് ഇത് തന്നെയാണ്. അത് ഞാൻ മേടിച്ചിട്ടില്ല. അത് ഒരുപാട് വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഗ്യാസിൽ വെച്ച് സിംഗിൾ പീസാന്ന് തോന്നുന്നു അതല്ലേ. അങ്ങനെ എനിക്കറിയില്ല അതിനെപ്പറ്റി, ഞാനത് ചിന്തിച്ചിട്ടില്ല അതിൻ്റെ. അപ്പം അത് ഞാൻ ഏറ്റവും ആദ്യം അങ്ങനെയാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു നേരം. ഞാൻ ഒരു പ്രാവശ്യം അത് വല്യപ്പോഴും പറഞ്ഞപ്പോൾ പറയും കേട്ടോ, അത് ആദ്യമായിട്ട് കഴിക്കണോണ്ട് രുചി തോന്നിയതാണ്, അല്ലാന്ന് ഞാൻ പറഞ്ഞു. അവിടെ നിന്ന് മമ്മിയുടെ അടുത്ത് നിന്ന് ആദ്യം കഴിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കൊച്ചമ്മായി പല പ്രാവശ്യം ഏഞ്ചലും കൊച്ചമ്മായി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സമയത്ത്. അവർ എറണാകുളത്തല്ലായിരുന്നു അത് കാരണം. അപ്പൊ ഈ ടോസ്റ്റർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വ്യൂ പ്രോഡക്ട്സിൽ നോക്കിയാൽ മതി. വീഡിയോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ താഴെ വരും. ഫേസ്ബുക്കിലാണെങ്കിൽ ചോദിച്ചാൽ മതി, ലിങ്ക് ഞാൻ അയച്ചു തരാം കേട്ടോ. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ഇത് കത്തും റെഡ്, അതിനുശേഷം കറക്റ്റ് ഫോമിലാകുമ്പോൾ ഓറഞ്ച് കത്തും. ഓറഞ്ച് കത്തിയേച്ച് വീണ്ടും കരിയണമെന്നുണ്ടെങ്കിൽ റെഡിലേക്ക് വരും. ഇനിയിപ്പം നമുക്ക് പാകമായിട്ടുണ്ട്, ഞാനൊന്ന് തുറക്കാം. പാകമായിട്ടുണ്ട്, ആ റെഡിലേക്ക് രണ്ടും ഓഫ് ചെയ്തിട്ട് തോന്നോ? അല്ല, ഞാൻ എടുക്കണില്ല. എടുക്കാൻ നേരത്തെ ഓഫ് ചെയ്യണം. ദേ കണ്ടോ, നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുരിങ്ങാക്കണം. നല്ല മണം തന്നെ ഉണ്ട് കേട്ടോ. ചീരയുടെ അല്ലേ? തുറന്നോ എടുത്തോ. അല്ല, എടുക്കാൻ പറ്റില്ല. അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങോട്ട് വെക്കണം. ബാ, എൻ്റെ വിപ്ലവം അറിയാലോ നിനക്ക്. ഇച്ചിരി ചൂടാറിയിച്ചെടുക്കുമായിരിക്കും നല്ലത്. ഞാൻ എന്നാന്നോ, രാവിലെ കുക്കിങ്ങിൻ്റെ പരിപാടികൾ നടക്കണോണ്ട് ഞാൻ
അതിൽ നെയ്യ് തൂത്തില്ലായിരുന്നു. അതിൽ ഇച്ചിരി നെയ്യ് തൂത്താൽ പെട്ടെന്ന് വിട്ടുപോരും കേട്ടോ. അത് ചെയ്യാവുന്നവർക്ക് ചെയ്യാം. ഞാൻ സാധാരണ ടോസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഇച്ചിരി നെയ്യാണ് തൂക്കണത്. ഓയിൽ തൂത്താലും മതി, പക്ഷെ നെയ്യ് തൂക്കണ ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഒന്നും തൂത്തിട്ടില്ല, അതുകൊണ്ടാണ് വിട്ടുപോരാൻ ചിലപ്പോൾ ഇച്ചിരി ഭാരമായിരിക്കും എന്ന് പറഞ്ഞാൽ. എന്തായാലും നമുക്ക് അടർത്തിയെടുക്കാം. ഒരു സെക്കൻഡേ നോക്കട്ടെ കേട്ടോ. നോക്കിക്കോ, പതുക്കെ നോക്കിയാ മതി. അതെ, ഇതാണോ ഭാരം? അല്ല, ചിലപ്പോൾ ഭാരം വരും അതിന്, അങ്ങനെ പറയാൻ പറ്റില്ല. നെയ്യ് തൂക്കണത് ഞാൻ സ്ഥിരം അങ്ങനെ തൂക്കും. ഇച്ചിരി ടേസ്റ്റ് കിട്ടാൻ നെയ്യല്ലേ നല്ലത്. അത് കൂടുതൽ നെയ്യ് പിള്ളേർക്ക് ശരിക്കും നന്നായിട്ട് തൂത്തു കൊടുക്കാം കേട്ടോ. ഇതിപ്പോ നമ്മള് 2 കൊല്ലമായോ മേടിച്ചിട്ട്? കൊറേ വർഷമായെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, കൊറേ ആയിട്ടില്ല, എന്നാലും 2 കൊല്ലം എന്തായാലും അല്ല, കോവിഡിന് മുമ്പാന്ന്. അതെ അതെ, അപ്പ ആയിട്ടുണ്ട്. പക്ഷെ അപ്പ ഞാൻ മേടിച്ച ടോസ്റ്റർ എത്ര വർഷം ഉപയോഗിച്ച്. കോവിഡ് വന്നിട്ട് ഇപ്പൊ 5 വർഷമായി. 2020 ഓ അതെ അല്ലേ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ദേ, വൈറ്റ് പ്ലേറ്റിൽ വെക്കണോ? വേണ്ട, ഇതില് മതി. ഇത് ആ ചീര വെച്ചപ്പോ അതിലൊക്കെ വീണിരിക്കുന്ന ചീരയാട്ടോ. ഞാൻ ആ കത്രിക എടുത്തോണ്ടൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഇതേ നമ്മൾ ചക്കക്കുരു വെള്ളത്തിലിട്ടില്ലേ ചീനിച്ചട്ടിയിൽ, ഇതേ അത് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. കഴുകി നമുക്ക് വെള്ളം മാലാനെടുക്കാം. പറയാം, നമ്മൾ ചക്കക്കുരു ശേഖരിക്കണ വീഡിയോയൊക്കെ ഫ്രീസറിൽ വെച്ചേക്കണൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അതിലുണ്ട്. ഇതിപ്പോൾ ഉപയോഗിക്കാനാണ് കുറച്ച് നമുക്ക് ശേഖരിക്കണം എന്തായാലും. പക്ഷെ ഇത് 100 കൂടുതലുള്ള ചക്കക്കുരു ആയതുകൊണ്ട് അധികം നാളെ ഇരിക്കൂല. ഇല്ലേ, ബാക്ക് സൈഡിലെ കുഴപ്പളാവേലെ കുഴപ്പമില്ല. അതേ അതിലെടുക്കാം. കിഴക്കുവശത്ത് നിൽക്കണം. ശേഖരിച്ച് കഴിയുമ്പോഴേ മറ്റേ കൂഴപ്ലാവിലെ ചക്കക്കുരു ഒക്കെ കുറച്ചു നാൾ ഇരിക്കും തോന്നുന്നു. അത് കാണിക്കാന്നേ, അത് നമുക്ക് എടുക്കാം. ഈ പ്ലാവിലെ ചക്കക്കുരു അധികം നാൾ ഇരിക്കൂല, പെട്ടെന്ന് കേടാവും. കുരു ചെറുതാ അല്ലേ? ഉദ്ദേശം എത്ര നാളിരിക്കും? കുറച്ചൊക്കെ ഇരിക്കും, 2-3 മാസമൊക്കെ ഇരിക്കും. കഷ്ടി അത്രേ ഇരിക്കൂല്ലേ? ഫ്രീസറിൽ വെച്ചാൽ മതി. ഞാൻ ഒരു സബ്സ്ക്രൈബർ, നല്ലവരായ ഒരു സബ്സ്ക്രൈബറിൽ ഒരാൾ പറഞ്ഞതനുസരിച്ച് ചക്കക്കുരുവിൻ്റെ വെളുത്ത ഈ മുകളിലത്തെ തൊലി മാത്രം കളഞ്ഞേച്ച് മുഴുവനായിട്ട് ഫ്രീസറിൽ വെച്ച്, അത് ഈ പ്ലാവേലയല്ല കേട്ടോ, മറ്റേ ഇരിക്കണ ചക്കക്കുരു. അത് ഒരുപാട് നാൾ കേടുപോയ 5-8 മാസം ഇരുന്ന. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, വേറൊരാൾ പറഞ്ഞു തന്നു, ഇത് നമ്മൾ ഒരുക്കി സിപ്ലോക്ക് കവറിൽ വെച്ചാൽ ഒത്തിരി നാളിരിക്കുമെന്ന്. അത് പറഞ്ഞാൽ വേറൊരാൾ അല്ല, എൻ്റെ നാത്തൂൻ തന്നെ പറഞ്ഞു തന്നത്. അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് നാളത് ഇരുന്നു കിഴക്ക് വശത്തെ. ഇത് അധികം നാളിരിക്കൂല കേട്ടോ. അപ്പം ഒരുക്കിയും വെക്കാം, മുഴുവത്തോടെയും വെക്കാം. ഫ്രണ്ടിൽ അല്ല, ആദ്യത്തെ തൊലി കളഞ്ഞേച്ചിട്ടോ. അപ്പം നമുക്ക് രണ്ടും ഉപയോഗിക്കാമല്ലോ. ഒരുക്കി വെച്ചത് കൂടുതൽ നാളിരിക്കട്ടെ, മറ്റേത് നമുക്ക് ആദ്യം എടുക്കാം മുഴുവത്തോടെ ഇരിക്കണത്. ഒരുക്കി കൂടുതലിരിക്കട്ടെ. എന്നാന്ന് വെച്ചാൽ മുഴുവത്തോടെ ഇരിക്കുമ്പോൾ പിന്നെ ഒരുക്ക ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര കടുപ്പാണ്, ഐസ് പിടിച്ച് കഴിയുമ്പോൾ. മറ്റേതാകുമ്പോൾ പിന്നെ ഒരുക്കി നുറുക്കി വെക്കണത് കഴുകി വരിഞ്ഞെടുത്താൽ മതി, കട്ട് ചെയ്യണ്ടാന്ന്. കട്ട് ചെയ്തെടുക്കാൻ പിന്നെ ബുദ്ധിമുട്ടാണ്, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. വെയിലേറടിക്കണം, അതുകൊണ്ടേ ഇവിടെ നല്ല വെയിലാണ്. അകത്തിട്ട് കഴുകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, മണം വരും സിങ്കിലൊക്കെ. പിന്നെ ഇതൊക്കെ കൊണ്ടുപോയി ഇച്ചിരി വിനാഗിരി ഒഴിച്ചാൽ മതി എന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതാ. അത് നല്ലൊരു ടിപ്പാ. അപ്പോൾ ഇത്രയും സൗകര്യം ഇവിടെ വിസ്തൃതമായിട്ട് ചെയ്യാനുള്ളപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇതൊക്കെ കഴുകാൻ. ഇല്ലാത്തവർക്ക് നല്ലതാണ്. ഏതെങ്കിലും കാലത്ത് അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ അന്നേരം നമുക്കത് ചെയ്യാം. ഇപ്പം ഇങ്ങനെ പുറത്ത് കലവും ചട്ടിയൊക്കെ കഴുകാനുള്ള സ്ഥലം ഉള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പിന്നെ മേലാതെയൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അകത്തൊക്കെ എല്ലാം കഴുകേണ്ടി വരും. അന്നേരമുള്ള സംഗതി, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കത് ചെയ്യാം. പിന്നെ നമ്മുടെ വർക്ക് ഏരിയ ആണല്ലോ, കിച്ചൺ അല്ലല്ലോ. കിച്ചൺ അല്ലെങ്കിലും അവിടെയൊക്കെ എന്തിനാ കഴുകണം, വെറുതെ അലമ്പാക്കിയിട്ടുണ്ടല്ലോ. ഏത് സംഗതിയാണെങ്കിലും ടോയ്ലറ്റ്, സിങ്ക്, വാഷ് ബേസിൻ, ഇങ്ങനെയുള്ളതൊക്കെ, ഊണുമുറി വാഷ് ബേസിൻ, ഇങ്ങനെയുള്ളതൊക്കെ എപ്പോഴും വൃത്തിയായിട്ടിരുന്നാൽ അത്രയും നല്ലതായിരിക്കും. എപ്പോഴും ഈ ബാക്ടീരിയ ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കരുത്. പാത്രം കഴുകണോടോ നമ്മൾ ശുചിമുറികളൊക്കെ എപ്പോഴും നീറ്റായിട്ടിരിക്കണം. ബാക്ടീരിയ ഇതൊക്കെ മഹാ വൃത്തികേടല്ലെങ്കിൽ. ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഇച്ചിരി മോശമായിട്ട് കിടന്നാൽ ഇങ്ങനെയുള്ള സംഗതികൾ, ടോയ്ലറ്റ്, ഊണുമുറി, വാഷ് ബേസിനുകൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ് ബേസിനുകൾ പിന്നെ സിങ്ക്, ഇത്രയും ഭാഗം എപ്പോഴും നീറ്റായിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കിച്ചൺ മാക്സിമം നീറ്റായിട്ട് വെക്കുക, ഈ ഈച്ചയും ഇതൊന്നും വരാതെ. ചക്കയും മാങ്ങയൊക്കെ തുടങ്ങുമ്പോൾ ഈച്ചയൊക്കെ തുടങ്ങും. വർക്ക് ഏരിയയിൽ എൻ്റെ അത്ര നീറ്റൊന്നും ആയിരിക്കില്ല, എപ്പോഴും അതും ഇതുമൊക്കെ വാരിക്കൂട്ടിയൊക്കെ ഇടും. പക്ഷേ കിച്ചൺ ഞാൻ മാക്സിമം വൃത്തിയായി വെക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാം പെർഫെക്റ്റാണെന്ന് ഞാൻ പറയണില്ല, അതും ഇതുമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഒരുമാതിരി സംഗതികളൊക്കെ. ഇനി മതി. ഇനി നമുക്ക് ഈ നടക്കല്ലേലിട്ട് ഉണങ്ങാനിടാം, വെള്ളം വലിയാൻ. എന്നിട്ട് അകത്തേക്ക് എടുത്തിടാം. പകലായതുകൊണ്ട് അവിടെ കിടന്നോളും.
ആ നല്ല പളങ്ക് ചക്കക്കുരു. പണ്ട് ഇഷ്ടിക ആയിരുന്നപ്പോ നമ്മള് അവിടെ ഇടുവായിരുന്നു. അല്ല ഇഷ്ടിക വർക്കരിയുണ്ട്. ആ ഞാൻ അവിടെ പയറൊക്കെ കൊണ്ടുപോയി നിരത്തിയേക്കണം, അതുകൊണ്ട് ഇവിടെ ഇട്ട. വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് മാറ്റാം. ഇതേ ചക്കക്കുരു എല്ലാം കഴുകി കഴിഞ്ഞത് ഇച്ചിരി വെള്ളം ഒഴിച്ചേക്കതേ, വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിട്ട് ഇത്രയേ ഉള്ളൂ പരിപാടി. വെയിലത്തേക്ക് വെക്കട്ടെ കേട്ടോ.